സിന്ധുവിനെ കുറിച്ചുള്ള എൻ്റെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ, ഒരു 3 വർഷക്കാലം സിന്ധു തലപ്പള്ളി അസിസ്റ്റൻറ്റ് രജിസ്ട്രാറായിരിക്കുകയും ഞാൻ തലപ്പള്ളി അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരിക്കുന്ന സമയത്ത് ഒരുമിച്ചുള്ള ഒരു യാത്രകളും, അതിലുപരി 2000-ൽ സിന്ധു സർവീസിൽ വരുന്ന സമയത്ത് നവംബറിലോ മറ്റാണ് സർവീസിൽ വന്നത്. ആ കാലങ്ങളിൽ തൊട്ട് ഞങ്ങൾ ഏറ്റവും അടുത്ത, ഒരു വിധത്തിൽ പറഞ്ഞാൽ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്തുക്കൾ തന്നെയായിരുന്നു. എല്ലാ കാര്യത്തിലും ഒരു ആക്റ്റീവായി ഇടപെടുക എന്നുള്ളത് സാറിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ ഇതോടിക്കുമ്പോൾ ഒരു സന്തോഷം, പക്ഷേ അതോടൊപ്പം ചെറിയൊരു സങ്കടമുണ്ട്. വാങ്ങിച്ചു തന്ന ആൾ എൻ്റെ കൂടെ ഇപ്പം ഇല്ല, അതിൻ്റെ ഒരു സങ്കടമുണ്ട്. പക്ഷേ ഇതൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ നടക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു. അപ്പം ഞാനിപ്പോഴും അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇപ്പോഴും ചെയ്യുന്നതാണ്. ആളുടെ ആഗ്രഹങ്ങൾ എനിക്കായിരുന്നു. അപ്പം അതുപോലെയൊക്കെ ജീവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തമായി പുസ്തകം രചിക്കുകയും ആ പുസ്തകം പ്രസിദ്ധപ്പെടുത്താൻ കഴിയുകയും ചെയ്യുക എന്നുള്ളത് അപൂർവം ആളുകൾക്ക് മാത്രം നേടാൻ കഴിയുന്ന ഒരു നേട്ടമാണ്. ആ നേട്ടത്തിന് ഉടമയാണ് എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. മാഡം വളരെ നല്ലൊരു ക്യാരക്ടറാണ്. കൂടാതെ മാഡത്തിന് കലയോട് വളരെയധികം താല്പര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളൊരു ചെറുതായിട്ടൊരു ഡാൻസിൻ്റെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരുമിച്ച് ഞങ്ങൾ ഡാൻസ് ചെയ്യുന്നുണ്ട്. സാറിൻ്റെ അഭിരുചികളും ഒക്കെയും ഒഫീഷ്യൽ ലൈഫിനോടൊപ്പം തന്നെ സാറിൻ്റെ വ്യക്തി ലൈഫും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിത്വമാണ് സാർ. അതായത് യാത്രകളും കഥാരചനകളും മറ്റുള്ള കാര്യങ്ങളായിട്ട് ഒഫീഷ്യൽ ലൈഫും പേഴ്സണൽ ലൈഫും ഒരുപോലെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ചില വ്യക്തിത്വങ്ങൾ കണ്ടിട്ടുള്ളത് സാറ് ഒരു ഉദാഹരണമാണ്. എന്നെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി സംഘടനയിലായാലും അതുപോലെ തന്നെ കലാരംഗത്തേക്കായാലും മാഡത്തിൻ്റെ ആ ഒരു ഇൻസ്പിറേഷനിലാണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത്. അത് ഈ മെയ് 31 കൂടി കഴിഞ്ഞു പോകുമ്പോൾ ഭയങ്കര ഒരു നഷ്ടമാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ. എന്നാൽ അത് എന്താ പറയുക, അനിവാര്യമാണല്ലോ. അതുകൊണ്ട് അതിനോട് നമ്മൾ മാനസികമായിട്ട് യോജിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറിൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫിൽ എല്ലാവിധ ആശംസകളും നേർന്നു. ഈ മാഡത്തിന് ഇനി തുടർന്നുള്ള റിട്ടയർമെൻറ്റ് ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നൽകുന്നു. റിട്ടയർമെൻറ്റ് ജീവിതത്തിന് ശേഷവും സിന്ധുവിന് എല്ലാവിധ സന്തോഷവും സമാധാനവും ജീവിതത്തിലുണ്ടാകട്ടെ. സിന്ധുവിനും മക്കൾക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ